റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് വിശേഷ ദിവസങ്ങളിൽ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ തയ്യാറാക്കുന്ന ഇഞ്ചി തീയലിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഈ തയ്യാറാക്കുന്ന ഇഞ്ചി തീയൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. നല്ല ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. 10 കഷ്ണം ചുവന്നുള്ളി ചെറുതായി കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് കഴുകി വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി നമുക്ക് അല്പം ചൂട് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചി ആദ്യം എണ്ണയിലൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. അതിനുശേഷം ഉള്ളിയും മൂപ്പിച്ച് കോരിയെടുക്കാം. ഇഞ്ചിയും ഉള്ളിയും മൂപ്പിച്ച് കോരുന്നതിന് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി മൂത്തു നമുക്കത് എണ്ണയിൽ നിന്ന് കോരി തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് ഇടവിട്ടിളക്കി ബ്രൗൺ നിറമാകുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ഇഞ്ചിയും ഉള്ളിയും നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇഞ്ചിയും ഉള്ളിയും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തീയിൽ വയ്ക്കാൻ ആരംഭിക്കാം. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 2 നുള്ളി ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ചേർത്തൊന്ന് പൊട്ടി. ഇനി അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചേരുവകളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, അല്പം ഉലുവാപ്പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തീയലിന് ചാറിന് ആവശ്യമായ ചൂടുവെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിഴിഞ്ഞരിച്ച് വെച്ചിരിക്കുന്ന പുളി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി തീയലിന് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തിളയ്ക്കുമ്പോൾ ടേസ്റ്റ് നോക്കി തീയലിൻ്റെ പരുവത്തിൽ വറ്റി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. തീയൽ തിളച്ച് കുറുകിയപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഉപ്പും പുളിയും മസാല എല്ലാം അതിൻ്റെ പരുവത്തിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.